യഹിയ ദോഹയിൽ എത്തിയെന്ന വിവരങ്ങൾ ലഭിച്ചതോടെ ഖത്തറിൽ ശക്തമായ നിരീക്ഷണം നടത്തിയിരുന്നു. എന്നാൽ ഒരു വിവരവും ലഭിച്ചിരുന്നില്ല. ഖത്തർ മൊസാദിന്റെ ഭയത്തിലാണ്. അതുകൊണ്ട് യഹിയയുമായി നേരിട്ട് ആശയവിനിമയം നടത്തില്ല. തുർക്കിയോ മറ്റ് അറബ് രാഷ്ട്രങ്ങളോ യഹിയയ്ക്ക് സംരക്ഷണം നൽകുമോ എന്ന സംശയം മൊസാദിനുണ്ട്. അതുകൊണ്ട് അറബ് മണ്ണുകളിലെല്ലാം മൊസാദ് ചാരന്മാരെ ഇറക്കിയിട്ടുണ്ട്. തുർക്കിക്ക് മുകളിൽ പ്രത്യേക നിരീക്ഷണം നടത്തുന്നുണ്ട് ഇസ്രയേൽ ചാര സംഘടന. തുർക്കി പ്രസിഡന്റ് എർദോഗാൻ ഇസ്രയേലുമായി ഇടഞ്ഞു നിൽക്കുകയാണ്. അതുകൊണ്ട് യഹിയയെ സംരക്ഷിക്കാൻ എല്ലാ നീക്കവും നടത്തും. അങ്ങനെ സംഭവിച്ചാൽ തുർക്കിയുടെ കാര്യത്തിൽ ഏതാണ്ട് തീരുമാനമാകും. ഇസ്മയിൽ ഹനിയ കൊല്ലപ്പെട്ടതിന് ശേഷം ഹമാസിന്റെ ചുമതല ഏറ്റെടുത്ത് ആഴ്ചകൾ പിന്നിട്ടിട്ടും യഹിയ ഇതുവരെ പൊതുമധ്യത്തിൽ പ്രത്യക്ഷപ്പെട്ടിട്ടില്ല. നേതൃസ്ഥാനത്തെത്തിയതിനു ശേഷം മാത്രമല്ല, ഒക്ടോബർ 7 ഇസ്രയേൽ ആക്രമണത്തിന് ശേഷം പോലും വളരെ അപൂർവമായി മാത്രമേ യഹിയ പൊതുവേദികളിൽ എത്തിയിട്ടുള്ളൂ. അതേസമയം അധോലോകത്തിലിരുന്ന് ഹമാസിന്റെ എല്ലാ ദൈനംദിന പ്രവർത്തനങ്ങളും ഏകോപിപ്പിക്കുന്നുണ്ട്. ഇസ്രയേൽ ചാര കണ്ണുകൾ തന്നെ തേടി നടക്കുന്നുണ്ടെന്ന പേടിയാണ് യഹിയ പുറത്തിറങ്ങാത്തതിന് കാരണം. ഹനിയയെ ഇല്ലാതാക്കിയതുപോലെ തന്നെ സിൻവാറിനെയും കൂട്ടാളികളെയും ഭൂമിയിൽ നിന്ന് തന്നെ ഇല്ലാതാക്കുമെന്നാണ് ഇസ്രയേലിന്റെ പ്രഖ്യാപനം. തലയ്ക്ക് മീതെ വധഭീഷണി നിലനിൽക്കുമ്പോൾ പിടികൊടുക്കാതിരിക്കാനുള്ള തത്രപ്പാടിലാണ് സിൻവാർ. ഹമാസിന്റെ പൊളിറ്റ് ബ്യൂറോ ചീഫിന്റെ ആസ്ഥാനം ഖത്തറിലാണെങ്കിലും നിലവിൽ സിൻവാർ ഗാസയിലാണ് ഉള്ളതെന്ന വിവരമാണ് പുറത്തേക്ക് വരുന്നത്. ഖാൻ യൂനൂസിലെ ഭൂഗർഭ തുരങ്കത്തിൽ നിന്നുള്ള യഹിയയുടെ വീഡിയോ പുറത്തുവന്നതോടെയാണ് ഇക്കാര്യം സ്ഥിരീകരിച്ചിരിക്കുന്നത്. പക്ഷേ ഗാസയിൽ എവിടെയാണ്? അതാണ് മൊസാദിനെ കുഴപ്പിക്കുന്നത്. 7 തുരങ്കങ്ങൾ വളഞ്ഞ് നിരീക്ഷണം നടത്തിയിരുന്നു യഹലോം യൂണിറ്റ്. എന്നാൽ ഇതിൽ നിന്ന് ഗാസയിലെ മറ്റേതോ തുരങ്കത്തിലേക്ക് ഇയാൾ ചാടിയിട്ടുണ്ട്. റഫയിലേക്ക് കടക്കാൻ സാധ്യതയില്ല. കാരണം റഫ വളഞ്ഞു പരിശോധന നടത്തുന്നുണ്ട് IDF. ആക്രമണത്തിൽ നിന്ന് രക്ഷ തേടാൻ ഗാസയിൽ വ്യാപകമായി തുരങ്കങ്ങൾ നിർമ്മിക്കാമെന്ന ആശയം പ്രാവർത്തികമാക്കിയത് സിൻവാറിന്റെ നേതൃത്വത്തിലായിരുന്നു. അതുകൊണ്ട് തന്നെ തുരങ്കങ്ങളുടെ സൂത്രധാരൻ എന്നാണ് സിൻവാർ അറിയപ്പെടുന്നത്. ഗാസയിലെ ഖാൻ യൂനൂസിൽ ജനിച്ചു വളർന്ന ആളാണ് സിൻവാർ. ഗാസയുടെ ഓരോ മുക്കും മൂലയും വീടെന്ന പോലെ പരിചിതമാണ്. അതുകൊണ്ട് തന്നെ ഇസ്രയേലിന്റെ കണ്ണിൽപ്പെടാതെ ഗാസയിൽ ഒളിച്ചിരിക്കുക എന്നത് സിൻവാറിന്റെ താരതമ്യേന എളുപ്പമുള്ള കാര്യമാണ്. അതുതന്നെയാണ് യഹലോം യൂണിറ്റ് 7 തുരങ്കങ്ങൾ വളഞ്ഞപ്പോൾ അതിൽ നിന്ന് മറ്റേതോ തുരങ്കത്തിലേക്ക് സിൻവാർ ചാടിയതിന് കാരണവും. കുട്ടിക്കൊരങ്ങനെ പോലെ ടണലുകളിൽ നിന്ന് ടണലുകളിലേക്ക് ചാടിക്കളിക്കുകയാണ് സിൻവാർ. യാതൊരു ഇലക്ട്രോണിക് സംവിധാനങ്ങളും ഉപയോഗിക്കാതെയാണ് ഗാസയിലും പശ്ചിമേഷ്യയിലെ മറ്റു ഭാഗങ്ങളിലുമുള്ള ഹമാസ് പ്രവർത്തകരുമായി സിൻവാർ ആശയവിനിമയം നടത്തുന്നത് എന്നാണ് റിപ്പോർട്ടുകൾ. ഫോൺ മുഖേനയോ മറ്റു മാർഗങ്ങളിലൂടെയോ ഉള്ള ആശയവിനിമയം ഇസ്രയേൽ ചോർത്താൻ സാധ്യതയുണ്ടെന്ന് കണക്കിലെടുത്താണ് ഈ രഹസ്യ സ്വഭാവം കാത്തുസൂക്ഷിക്കുന്നത്. വെടിനിർത്തൽ ചർച്ചയ്ക്കായി എത്തിയ ഹമാസ് പ്രവർത്തകർ പറയുന്നത് സിൻവാറുമായി ആശയവിനിമയം നടത്താൻ ദിവസങ്ങളോളം വേണ്ടിവരുമെന്നാണ്. ഫോൺ അടക്കമുള്ള സംവിധാനങ്ങൾ സിൻവാർ ഉപയോഗിക്കുന്നില്ല എന്ന റിപ്പോർട്ടുകൾ ശരിവെക്കുന്നതാണ് ഹമാസ് പ്രവർത്തകരുടെ ഈ വാദം. അതീവ സുരക്ഷയിലാണ് സിൻവാർ ജീവിക്കുന്നതെന്നാണ് റിപ്പോർട്ടുകൾ. തുരങ്കങ്ങളിലും മറ്റ് ഒളിസങ്കേതങ്ങളിലും മാറിക്കൊണ്ടേയിരിക്കും. കൂടെ എല്ലായ്പ്പോഴും സുരക്ഷയ്ക്കായി ഹമാസ് പ്രവർത്തകരുണ്ടാകുമെന്ന് അടുത്ത വൃത്തങ്ങളെ ഉദ്ധരിച്ച് അൽ ജസീറ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്.